ചരിത്രം കുറിച്ച ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരം. ശസ്ത്രക്രിയ പൂർത്തിയായി. ഹൃദയം സ്വീകരിച്ച ദുർഗാകാമിയെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എറണാകുളം ജനറൽ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. ജിജീഷ് കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ഒരു പുതുചരിത്രം തന്നെയാണ് എറണാകുളം ജനറൽ ആശുപത്രി രചിച്ചിട്ടുള്ളത്. അവിടെ ഈ ശസ്ത്രക്രിയ പൂർത്തിയാകുമ്പോൾ സന്തോഷകരമായ വാർത്ത തന്നെയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ആശുപത്രി സൂപ്രണ്ട് അറിയിക്കുന്നത് അനുസരിച്ച് വിജയകരമായി തന്നെ ശസ്ത്രക്രിയ പൂർത്തിയായിരിക്കുന്നു. 6:30 ശസ്ത്രക്രിയ പൂർത്തിയായി. ദുർഗ 21 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു തീവ്ര ശ്രമത്തിൽ തന്നെയാണ് നാട് ഒന്നാകെ ഇന്ന് ഉണ്ടായിരുന്നത്. 2 മണിയോടെ എറണാകുളത്ത് തിരുവനന്തപുരത്ത് നിന്ന് എയർ ആംബുലൻസിൽ ഹൃദയം എത്തിക്കുന്നു. വെറും 4 മിനിറ്റ് കൊണ്ട് ഹെലിപ്പാഡിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് അതിവേഗത്തിൽ എല്ലാ സൗകര്യങ്ങളും വഴിയെല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് പോലീസും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു. അങ്ങനെ ശസ്ത്രക്രിയക്കായി ഹൃദയം അവിടെ എത്തിക്കുന്നു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതിനുവേണ്ട സങ്കീർണമായ എല്ലാ നടപടികളും നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഹൃദയം എത്തിയപ്പോൾ തന്നെ ശസ്ത്രക്രിയയിലേക്ക് കടന്നു. അങ്ങനെ ഈ ദുർഗയുടെ ഹൃദയം ഇടിക്കുന്നു. ഷിബുവിൻ്റെ 46 വയസ്സുള്ള ഷിബു വാഹനാപകടത്തിൽ മരിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ 7ഓളം അവയവങ്ങൾ ദാനം ചെയ്തു. അതിലൊന്നായിരുന്നു ഹൃദയം. ദുർഗ കഴിഞ്ഞ 1 വർഷത്തോളമായി ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലാണ്. ജനിതകപരമായ അസുഖങ്ങളായിരുന്നു കാരണം. ഇതിന് മറ്റു പ്രതിവിധികളൊന്നുമില്ല. ഹൃദയം മാറ്റിവെക്കൽ മാത്രമാണ് ഏക പോംവഴി എന്ന് ഡോക്ടർമാർ വിധി എഴുതുകയും ചെയ്തു. അങ്ങനെ ഹൃദയം മാറ്റിവെച്ചില്ല എങ്കിൽ 2 വർഷം മാത്രമാണ് പരമാവധി ആയുസ് എന്ന കാര്യം കൂടി ഡോക്ടർമാർ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് ഈ പെൺകുട്ടികൾക്ക് എന്നാൽ ശസ്ത്രക്രിയ നടത്താനുള്ള ഒരു ശ്രമങ്ങളെല്ലാം ആരംഭിച്ചത്. എന്നാൽ അവിടെയും തടസ്സമായി നിയമ തടസ്സങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നേപ്പാളിൽ നിന്നുള്ള പെൺകുട്ടിയാണ്. ആ കുട്ടിക്ക് ഇന്ത്യയിൽ ഒരു ശസ്ത്രക്രിയ നടത്തുന്നതിന് ഏറെ അനുമതികൾ ആവശ്യമായിരുന്നു. തുടർന്നാണ് ഹൈക്കോടതിയിൽ സമീപിക്കുന്നതും ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ശസ്ത്രക്രിയയ്ക്ക് വേണ്ട നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ അനുയോജ്യമായ ഹൃദയം ലഭിച്ചിരുന്നു എങ്കിലും ശസ്ത്രക്രിയ നടത്താനുള്ള ഒരു അനുമതി ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വിജയകരമായി ശസ്ത്രക്രിയ പൂർത്തിയായിരിക്കുന്നു. പെൺകുട്ടിയെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി. ഇനി 48 മണിക്കൂർ എന്നത് നിരീക്ഷണത്തിൽ സമയമാണ്. അതുകൂടി കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് ഇതുവരെ നടന്നിരിക്കുന്ന ഹൃദയ ശസ്ത്രക്രിയകളെല്ലാം തന്നെ ഇത്തരത്തിൽ വിജയകരമായിരുന്നു. സ്വകാര്യ ആശുപത്രികളിൽ അടക്കം ഒരു ജനറൽ ആശുപത്രിയിൽ, ജില്ലാതല ആശുപത്രിയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്നത്. അതിന് നാടാകെ ഒന്നിച്ചു നിന്നു. അത് അവർക്കെല്ലാവർക്കും തന്നെ സന്തോഷം പകരുന്ന ആദ്യ വാർത്ത ഇപ്പോൾ പുറത്തു വരികയും ചെയ്തു. ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായിരിക്കുന്നു. അത് 6:30 തന്നെ പൂർത്തിയായിരിക്കുന്നു എന്നത്.